महका दिल का जहां। मिले परमात्मा महका दिल का जहां। जैसे मिल गई ज़मीं, मिल गया आसमां। मिले परमात्मा महका दिल का जहां। जैसे मिल गई ज़मीं, मिल गया आसमां। मिले परमात्मा महका दिल का जहां। प्रेम ही सार है जीवन का उपहार है। प्रेम ही सार है जीवन का उपहार है। दिल में बसा है बस परमात्मा का प्यार है। महफिल ऐसी है जहां स्वयं शिव शहां। मिले परमात्मा महका दिल का जहां। ताज तिलक मिला, मिली इतनी खुशियां। ताज तिलक मिला, मिली इतनी खुशियां। प्रभु ही संसार मेरे, वो ही मेरी दुनिया। जितना एहसान किया कौन करेगा यहाँ। मिले परमात्मा महका दिल का जहां। जैसे मिल गई ज़मीं, मिल गया आसमां। मिले परमात्मा महका दिल का जहां। जैसे मिल गई ज़मीं, मिल गया आसमां। मिले परमात्मा महका दिल का जहां।
ഓം ശാന്തി. അല്പസമയത്തേക്ക് ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യവ്യവഹാരങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ മനസ്സിനെ വേർപെടുത്താം. സ്വയത്തിലേക്ക് ഏകാഗ്രമാക്കാം. ശാന്തസുന്ദരമായിട്ടുള്ള ഈ ത്രിസന്ധ്യാ സമയം സർവരും ഈശ്വര ആരാധനയിൽ ഏർപ്പെടുന്ന സമയം നമുക്ക് നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് സർവേശ്വരനായ ബാബയുടെ അനുഭവം ചെയ്യാം. ജ്ഞാനസാഗരനായ പരമാത്മാ പിതാ നമുക്ക് നമ്മുടെ ജ്ഞാനം നൽകി നമ്മുടെ ദിവ്യനേത്രം, ജ്ഞാനനേത്രം തുറന്നു നൽകിയിരിക്കുകയാണ്. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ബാഹ്യമായി കാണുന്ന ഈ പഞ്ചതത്വ നിർമ്മിതമായ ശരീരമല്ല, ഈ ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന, ഈ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അനശ്വരനും അവിനാശിയുമായ ആത്മചൈതന്യമാകുന്നു. ഞാൻ ആത്മീയ ഊർജമാണ്. ഞാൻ ശാന്തിയുടെ വെളിച്ചമാണ്. ശാന്ത സ്വരൂപനാകുന്നു. ഞാൻ ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ആരാണെന്ന നഗ്ന സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ ആത്മാ ഈ മുഴുവൻ ശരീരത്തിൻ്റെയും അധികാരിയാണ്, അവകാശിയാണ്. ഞാൻ ആത്മാവാണ് കാണുന്നത്. ഞാൻ ആത്മാവാണ് കേൾക്കുന്നത്. ഞാൻ ആത്മാവാണ് സംസാരിക്കുന്നത്. ഒരിക്കലും നശിക്കാത്ത, നശിപ്പിക്കാൻ സാധിക്കാത്ത ആത്മീയ ഊർജമാകുന്നു ഞാൻ. ഞാൻ ആത്മാ എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയിലൂടെ ഞാൻ എൻ്റെ നാഥനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആത്മാ ശാന്തിയുടെ സാഗരനായിട്ടുള്ള സർവശക്തിവാനായ ഈശ്വരൻ്റെ സന്താനമാകുന്നു. ഒപ്പം ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയുമാണ്. ജ്ഞാനസാഗരനായ ബാബ ആത്മീയ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്ന പുരുഷോത്തമ സംഗമയുഗത്തിൽ
ജീവിക്കുന്ന ഞാൻ സർവശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. സ്വയം ഭഗവാൻ ഭൂമിയിൽ വന്ന് ബ്രഹ്മാവിനെ തൻ്റേതാക്കി മാറ്റി ബ്രഹ്മ മുഖകമലത്തിലൂടെ ഈശ്വരീയ ജ്ഞാനം മുഴുവൻ മാനവ ജനതയ്ക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ മാനവ ജനതയെയും സർവ ദുഃഖങ്ങളിൽ നിന്നും സർവ തിന്മകളിൽ നിന്നും മുക്തമാക്കി മാറ്റുന്ന ലിബറേറ്ററാണ് ബാബ. മുക്തിദാതാവാണ് ബാബ. മുക്തേശ്വരനാണ് ബാബ. സർവ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകുന്നതിന് ബാബ നൽകുന്ന നിർദ്ദേശമാണ്, മക്കളെ, നിങ്ങൾ ഈ കാണുന്ന ശരീരമല്ല, ചൈതന്യശക്തിയായ ആത്മാവാണ്.
ബാബ നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ മുഴുവൻ ജീവചരിത്രവും മനസ്സിലാക്കി തരികയാണ്. അനാദി അവിനാശി ജീവിത നാടകത്തിൽ ജനന മരണ ചക്രങ്ങളിൽ കറങ്ങി കൽപ്പാന്തകാലമായ കലിയുഗത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദുഃഖങ്ങളും അശാന്തിയും കലഹക്ലേശങ്ങളും നിറഞ്ഞിരിക്കുന്ന കൽപ്പാന്തകാലമായ കലിയുഗം സർവ മനുഷ്യാത്മാക്കളും അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന ഘോരമായ അന്ധകാരത്തിൽ ബാബ വന്ന് നമ്മൾ ഓരോ കുട്ടികളെയും ഘോരമായ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ വിവേകശാലി ആത്മാവാണ്. ബാബ എൻ്റെ വിവേകത്തെ ഉണർത്തി തന്നിരിക്കുകയാണ്. ഞാൻ ബാബ നൽകിയ വിവേകത്തിൻ്റെ ആധാരത്തിൽ ഞാൻ എന്നെ പരിവർത്തനപ്പെടുത്തുകയാണ്. മുഴുവൻ സൃഷ്ടിയും പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടി സൃഷ്ടികർത്താവായ ബാബ മുഴുവൻ സൃഷ്ടിയുടെ ജ്ഞാനം നൽകുന്നു. ഒപ്പം സമയത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കി തരികയാണ്. ഞാനെത്ര ഭാഗ്യശാലി ആത്മാവാണ്. സ്വയം ഭഗവാനെ തന്നെ ടീച്ചറായി ലഭിച്ചിരിക്കുന്നു. ബാബ എന്നെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ഉയർന്നതിലും ഉയർന്ന പഠിപ്പ്, ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, ഉയർന്നതിലും ഉയർന്ന പദവിക്ക് വേണ്ടി എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ബാബ നൽകിയ സർവ നിർദ്ദേശങ്ങളെയും ഞാൻ എൻ്റെ ജീവിതധാരണയാക്കി മാറ്റുകയാണ്. മനസ്സ വാച കർമ്മണ സംബന്ധത്തിൽ, സമ്പർക്കത്തിൽ, വ്യവഹാരത്തിൽ സർവരെ പ്രതിയും ശുഭഭാവന വയ്ക്കും. സർവരോടും സ്നേഹത്തോടുകൂടിയ വ്യവഹാരം നിലനിർത്തും. സർവർക്കും എൻ്റെ സാന്നിധ്യം സുഖശാന്തി നൽകുന്നതാക്കി ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
വിശ്വ നവനിർമ്മാണത്തിനായി വിശ്വരചയിതാവായ ബാബ വിശ്വത്തിൻ്റെ മുഴുവൻ സേവനം ചെയ്യുന്ന ഈ സമയം ബാബയുടെ വലങ്കൈയായി മാറി വിശ്വസേവന കാര്യത്തിൽ ഞാൻ എൻ്റെ ഇനിയുള്ള ജീവിതത്തെ സദുപയോഗം ചെയ്യുകയാണ്. ഞാൻ വിശ്വസേവാധാരിയാണ്. എൻ്റെ ദൃഷ്ടികോണം സർവരെ പ്രതിയും ആത്മീയമായിരിക്കും. ഞാൻ ആത്മീയ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആനന്ദ സ്വരൂപനായ ആത്മാവാകുന്നു. ഞാൻ ആനന്ദത്തിലിരിക്കും. എൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന സർവർക്കും ആത്മീയ ആനന്ദത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ സർവശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. ബ്രഹ്മമുഖവംശാവലിയാണ്. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനമുരളിയിലൂടെ എൻ്റെ മനസ്സും ബുദ്ധിയുമാകുന്ന സഞ്ചി നിറച്ചു തന്നിരിക്കുകയാണ്. ഞാൻ സർവർക്കും ഈശ്വരീയ സന്ദേശം നൽകുന്നതിന് എൻ്റെ മനസ്സും ബുദ്ധിയുമാകുന്ന നേത്രത്തെ ജ്ഞാനരത്നങ്ങളെ കൊണ്ട് നിറച്ച് ഞാൻ തയ്യാറാവുകയാണ്. ഭാവനയിൽ കാണൂ, വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമിയാകുന്ന നാടക സ്റ്റേജ്. ഈ നാടക സ്റ്റേജിൽ ജീവിതമാകുന്ന കളി കളിക്കുന്ന അനേക കോടി മനുഷ്യാത്മാക്കൾ ഓരോരുത്തരും ഈ നാടകത്തിൽ അവരവരുടെ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പാട്ടുധാരികളാണ്. ഓരോരുത്തരുടെയും പാട്ട് അതിമനോഹരമാക്കി മാറ്റുന്നതിൽ ഓരോരുത്തരും ശ്രദ്ധാലുക്കളാണ്. വിശ്വനാഥനായ ബാബ, പ്രപഞ്ചനാഥനായ ബാബ, സൃഷ്ടികർത്താവായ ബാബ കർമ്മരഹസ്യങ്ങളെ എനിക്ക് മനസ്സിലാക്കി തന്ന് എൻ്റെ വിവേകത്തെ ഒന്നുകൂടി ഉണർത്തിയിരിക്കുകയാണ്. ഞാൻ പുരുഷാർത്ഥി ആത്മാവാണ്. ആത്മാവാകുന്ന പുരുഷനെ അർത്ഥവത്താക്കി മാറ്റുന്നതിന് വേണ്ടി സർവ ആത്മാക്കളുടെയും നാഥനായ, പ്രപഞ്ചനാഥനായ, വിശ്വനാഥനായ ബാബയോടൊപ്പം മുഴുവൻ പ്രപഞ്ചത്തിലേക്കും ഈശ്വരീയ ശക്തികളും ഈശ്വരീയ ഗുണങ്ങളും ഈശ്വരീയ ജ്ഞാനവും ഞാൻ പ്രസരിപ്പിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലുള്ള നമ്മുടെ തന്നെ സഹോദരീ സഹോദരന്മാർക്ക്, നമ്മുടെ തന്നെ ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ളവർക്ക്, നമ്മുടെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഞാൻ ഈശ്വരീയ ശക്തി പ്രദാനം ചെയ്യുകയാണ്. ഈശ്വരീയ ഗുണങ്ങളുടെ അനുഭൂതി ചെയ്യിപ്പിക്കുകയാണ്. ബാബ എനിക്ക് വിശ്വപരിവർത്തനമെന്ന
ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം നൽകിയിരിക്കുന്ന ഈ സമയം മുഴുവൻ മാനവ ജനതയുടെ സമീപമെത്തി സങ്കല്പശക്തിയിലൂടെ ഓരോരുത്തരിലേക്കും ശാന്തിയുടെയും ശക്തിയുടെയും ഗുണങ്ങളുടെയും ആത്മീയമായ ഊർജ പ്രകാശ കിരണങ്ങൾ ഞാൻ ഓരോരുത്തരുടെ സമീപമെത്തിച്ചേർന്നും ഓരോരുത്തർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരോരോരുത്തരും അനുഭവം ചെയ്യുകയാണ് ഈ ആത്മീയ ശക്തി, ആത്മീയ ആനന്ദം എവിടെ നിന്നാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യാത്മാക്കളുടെ ജീവിതത്തിലും സന്തോഷവും ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറയുകയാണ്. ഓരോ മനുഷ്യരും സത്യമായ ആനന്ദ അനുഭൂതിയിൽ മുഴുകുകയാണ്.
ഓരോരുത്തരുടെ മനസ്സും സത്യത്തെ തിരിച്ചറിയുന്നതിനു വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ശാന്തി സ്തംഭമായി മാറി, ജ്ഞാനസ്തംഭമായി മാറി, ശക്തി സ്തംഭമായി മാറി, പവിത്ര സ്തംഭമായി മാറി. നാനാഭാഗത്തേക്കും പവിത്രതയുടെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ശുദ്ധമായ ശുഭമായ ശക്തിശാലിയായ ശ്രേഷ്ഠ ആത്മീയ ഊർജ പ്രകാശകിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രകാശകിരണങ്ങൾ സർവ മനുഷ്യാത്മാക്കളെയും തൊട്ട് തലോടിക്കൊണ്ട് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്. ദുഃഖിതരുടെ ദുഃഖമില്ലാതാകുന്നു. അശാന്തരായ ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. രോഗികളായിട്ടുള്ളവർ നിരോഗികളായി മാറുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷ ലഭിക്കുന്നു. ഇങ്ങനെയുള്ള രംഗങ്ങൾ ഭാവനയിൽ സദാ കണ്ടുകൊണ്ടിരിക്കൂ. ഒപ്പം സർവരിലേക്കും ശുദ്ധമായ സങ്കല്പ തരംഗങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. ദുഃഖവും അശാന്തിയും നിറഞ്ഞ ഈ ലോകം സുഖശാന്തി സമ്പന്നത നിറഞ്ഞ സത്യുഗി സുപ്രഭാതത്തെ വരവേൽക്കുകയാണ്. ഈ മുഴുവൻ സൃഷ്ടിയും പരിവർത്തനപ്പെട്ട് ദേവതകളുടെ ലോകം, സുഖശാന്തി നിറഞ്ഞ ലോകം, സമ്പൽ സമൃദ്ധമായ ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ രംഗങ്ങളെല്ലാം നിരന്തരം ഭാവനയിൽ കണ്ടുകൊണ്ടിരിക്കൂ. ബാബയുടെ നിർദ്ദേശമാണ്, ഏതുപോലെ സ്മൃതി അതുപോലെയാണ് സ്ഥിതി, ഏതുപോലെ സ്ഥിതി അതുപോലെയാണ് സൃഷ്ടി. അപ്പോൾ നമ്മുടെ സ്മൃതിയും നമ്മുടെ സ്ഥിതിയും സത്യുഗി ലോകത്തിൻ്റെ നവനിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കപ്പെടുമാറാകട്ടെ. അജ്ഞാന അന്ധകാരം മാറി സുഖശാന്തി നിറഞ്ഞ സത്യുഗി പ്രഭാതം ഇവിടെ പൊട്ടിവിടരട്ടെ. ഇങ്ങനെയുള്ള ശുദ്ധമായ ശുഭമായ ശക്തിശാലിയായ
സർവശ്രേഷ്ഠമായ സങ്കല്പ തരംഗങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തിലേക്കും സദാ റേഡിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനസ്സാ വാച കർമ്മണ സർവർക്കും സുഖം കൊടുക്കുക, സർവരിൽ നിന്നും സുഖമെടുക്കുക, ആർക്കും ദുഃഖം കൊടുക്കരുത്, ആരിൽ നിന്നും ദുഃഖം സ്വീകരിക്കരുത്. ബാബയുടെ ഈ ശബ്ദത്തെ നമുക്ക് ജീവിതത്തിൽ പകർത്താം. ജീവിതയാത്രയിൽ ഇത് മുതൽക്കൂട്ടായി എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന ആത്മീയ സത്യത്തെ മനസ്സിലാക്കാം. ഈ ആത്മീയ യാത്ര സുഖശാന്തി നിറഞ്ഞതാവട്ടെ, സന്തോഷം നിറഞ്ഞതാവട്ടെ, സമാധാനം നിറഞ്ഞതാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി.